ഹായ്, എല്ലാവർക്കും സോൺ ഓഫ് ഡോണോ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മീൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങാക്കൊത്തിട്ട് മീൻ വറ്റിച്ചെടുക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ ഇത് ഉണക്കമീനിലായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഉണക്ക കഷ്ണമീൻ, ഉണക്ക അയല എന്നിവയായിരുന്നു അമ്മ ഈ റെസിപ്പി ചെയ്തിരുന്നത്. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് പച്ചമീനാണ്. അതായത് വറ്റമീനാണ് ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടി ഇവിടെ മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂണ, അതായത് ചൂരമീൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാക്കൊത്ത് തന്നെയാണ്. അതിൽ ഉപ്പും പുളിയും മുളകും എല്ലാം പിടിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന്. ഞാൻ ഈ കറി തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം മാത്രമേ എടുക്കാറുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 2-3 തവണ ഇടയ്ക്ക് ചൂടാക്കി അത് വറ്റിച്ച് കൊണ്ടുവരും. നല്ല ടേസ്റ്റാണിത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പച്ചമീൻ ഇല്ലെങ്കിൽ ഉണക്കമീൻ വെച്ചാണെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. തേങ്ങാക്കൊത്തിട്ട് മീൻ വറ്റിച്ചെടുക്കാൻ വേണ്ടി ഞാൻ വറ്റമീനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫിഷ് മാർക്കറ്റിൽ ചെന്നപ്പോൾ ചെറിയ വറ്റമീനാണ് കിട്ടിയത്. 2 1 കിലോയേ ഉള്ളൂ. അപ്പോൾ വറ്റമീൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി ആദ്യം തന്നെ ഇതിൻ്റെ ചിറകും വാലും തലയും ആദ്യം റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യണം. അത് കൈകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്കങ്ങ് ജസ്റ്റ് വലിച്ചാൽ മാത്രം മതി. സ്കിന്ന് വളരെ നൈസായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം നമുക്ക്. ഇപ്പം ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി മീൻ വറ്റിച്ചെടുക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങ ചെറിയ തേങ്ങ കൊത്തുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 3 മീഡിയം സൈസ് കൊടംപുളി 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കുക്കറിലേക്ക് ഇടണം. ഞാനിവിടെ തേങ്ങാക്കൊത്ത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിനും തേങ്ങാക്കൊത്തിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ വെച്ചിരിക്കുന്ന കൊടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൊടംപുളിൻ്റെ ഈ വെള്ളം മാത്രം മതി നമുക്ക് ഈ തേങ്ങാക്കൊത്ത് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നതും വരെ കുക്ക് ചെയ്തെടുക്കാം. മീഡിയം സൈസ് തീയിലാണ് നമ്മളിവിടെ 3 വിസിലടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു 10 അല്ലി വെളുത്തുള്ളിയും 1 മീഡിയം സൈസ് ഇഞ്ചിയും 2 തണ്ട് കറിവേപ്പിലയുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പം അതിൻ്റെ എയർ ഫുള്ള് പോയി. ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് കുക്കായിട്ടുണ്ട്. ഇത്രയും കുക്കായാൽ മതി. 3 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ 3 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനോടൊപ്പം കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതും വരെ നമുക്കിത് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പച്ചമുളക് ഇടാത്തത് കൊണ്ട് തന്നെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ആഡ് ചെയ്യാം. കളർ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കളറിന് വേണ്ടി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് നന്നായി മിക്സ് ചെയ്ത് പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീന് ചേർത്ത് കൊടുക്കുകയാണ്. മീനെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു 1/2 ഗ്ലാസ് വെള്ളത്തിനും കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ മീൻ കുക്ക് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഈ കുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് തുറന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ തവി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്
കൈകൊണ്ട് എടുത്ത് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും വറ്റി വരുമ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഞാനിത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഇപ്പം പിറ്റേ ദിവസം ഉച്ചയായി, നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് രാവിലെ ഒന്ന് ചൂടാക്കി വെച്ചിരുന്നു. അതിനുശേഷം എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഉച്ചയ്ക്ക് ഒന്ന് ചൂടാക്കിയായിരുന്നു. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ തേങ്ങാക്കൊത്തിന് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.